വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വാക്സോം ഐലൻഡിലോട്ടാണ് പോകുന്നത്. ഈ ഐലൻഡിലോട്ട് പോകാൻ നമ്മൾ സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നിന്ന് ഒരു 1.5 hours നമുക്കൊരു ഫെറിയിൽ കയറിയിട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ ഫെറി റൈഡിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക്ഹോമിൻ്റെ ആർക്കിപ്പെലാഗോ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ഫെറിയിലോട്ട് കയറാനുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഈ ക്യൂ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആണ് ക്യൂവിൽ. അതുകൊണ്ട് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരിക. അതായത് 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ ഫെറി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നിന്ന്. അപ്പോൾ കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാതെ നമുക്ക് ഫെറിയിൽ കയറാൻ പറ്റും. അതുകൂടാതെ SL പാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് നമ്മൾ സ്റ്റോക്ക്ഹോമിൽ ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാവൽ പാസ് യൂസ് ചെയ്തിട്ട് തന്നെ പോവാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് വേറെ എക്സ്ട്രാ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫെറി റൈഡ് സ്റ്റാർട്ട് ചെയ്താലോ? കറക്റ്റ് 2 മണിയായപ്പോൾ തന്നെ നമ്മുടെ ഫെറി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഫെറിയിലോട്ട് കയറുകയാണ്. നമ്മുടെ ട്രാവൽ പാസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഏതൊരു ഫോണിൽ നമുക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കാർഡ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു QR കോഡ് അവരുടെ അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, അവർ സ്കാൻ ചെയ്താൽ മതി. വേറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ ഫെറിയിലോട്ട് കയറുക. ഇനി നമ്മൾ ഇരുന്ന് നമ്മുടെ ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു, സ്വാഭാവികം. അപ്പം നമ്മൾ ഓൾറെഡി ഇതൊക്കെ മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിൽ പോയിട്ട് കുറച്ച് ബർഗറും പിന്നെ ഡ്രിങ്ക്സും ഫ്രൈസും ഒക്കെ വാങ്ങിയിട്ടാണ് പോയത്. കാരണം എന്തായാലും 1.5 മണിക്കൂറോളം ജേർണി ഉണ്ടാകും, നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ ആ ട്രിപ്പ് മെല്ലെ എൻജോയ് ചെയ്തു. നല്ല വെയിലായിരുന്നു കേട്ടോ, അത് ഒരു നെഗറ്റീവാണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം സമ്മർ സീസൺ ആണ്. നല്ല വെയിലായിരുന്നു. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് ടാൻ അടിച്ചിട്ടാണ് വന്നത്. ഐലൻഡിൽ എത്തിയതിന് ശേഷമാണ് നന്നായിട്ട് ടാൻ ആയത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഡൗൺ സ്റ്റെയർ അപ്പർ ഡെക്കും ഒന്നുണ്ട് കേട്ടോ. അപ്പർ ഡെക്കിൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ, അവിടെ സ്റ്റെപ്പ് വരെ ആൾക്കാരാണ് അപ്പർ ഡെക്കിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പർ ഡെക്കിലോട്ട് കയറാൻ പറ്റി കേട്ടോ. അവിടെ നിന്ന് സ്റ്റെപ്പ് വരെ ആൾക്കാരായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ മാറി തന്നു. പിന്നെ ഇതാണ് നമ്മുടെ അപ്പർ ഡെക്കിൽ നിന്നുള്ള വ്യൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റോക്ക്ഹോം സിറ്റിയുടെ ഒരു ആർക്കിപ്പെലാഗോ ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോവാം. അതുമാത്രമല്ല, ഒരുപാട് പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഈ കാണുന്ന സെയിലിംഗ് ബോട്ട്സ് ഉണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ട്. നല്ല കാറ്റും തണുപ്പുമായിരുന്നു കേട്ടോ മേലെ. താഴെ ഭയങ്കര ചൂടായിരുന്നെങ്കിലും മേലെ നല്ല രസമുണ്ടായിരുന്നു. ചുറ്റും ഇരുന്നൊന്ന് കാണാനും, അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഷിപ്പിൽ മുമ്പ് ഒരു ട്രാവൽ ചെയ്തില്ലേ, അതുപോലെ അല്ലെങ്കിലും അതിൻ്റെ ഒരു മിനി വേർഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് ചുറ്റും ഉള്ളതൊക്കെ ഒന്ന് കാണാം. മേലെ കയറി നിന്ന് അപ്പർ ഡെക്കിൽ കയറി നിന്ന് കാണാം. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും മേലെയാണ് കേട്ടോ, കാരണം താഴെ ഭയങ്കര ചൂടാണ്. മേലെ ഈ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് തോന്നും. കുറേ നേരം അവിടെ നിന്നതിന് ശേഷം ടാൻ അടിക്കുമല്ലോ എന്നോർത്ത് നേരെ താഴോട്ട് പോയി. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ ട്രാവലിനൊടുവിൽ നമ്മൾ ഫൈനലി വാക്സോം ഐലൻഡിൽ എത്തി. അപ്പോൾ ആ ഐലൻഡിൽ അവിടെ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, പ്രാവും സീകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഭൂമി അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിടിച്ചുകൊണ്ടുവരാനായിട്ട് കുറേ പാടുപെട്ടു. അപ്പോൾ ഈ വാക്സോം ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഐലൻഡാണ്. അതുകൂടാതെ ഇവിടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫോർട്ട് ഉണ്ട്, വാക്സോം ഫോർട്ട്. അത് 1500 കാലഘട്ടങ്ങളിലൊക്കെയാണ് പണികഴിപ്പിച്ചത്. ഞാൻ ആ ഫോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പറഞ്ഞ സീ അറ്റാക്കും ഷിപ്പിൽ വരുന്ന സീ അറ്റാക്കും കാര്യങ്ങൾ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഫോർട്ട് പണി കഴിപ്പിച്ചത്. ഈ കാണുന്നതാണ് വാക്സോം ഫോർട്ട്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ വരെ ഒരു കുഞ്ഞു ഫെറി ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. 1 മിനിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ആ ഫെറി കയറിയിട്ടാണ് നമ്മൾ ആ ഫോർട്ടിലോട്ട് പോകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ക്ലോസ്ഡ് ആയിരുന്നു അന്നത്തെ ദിവസം, നമുക്ക് അവിടെ പോകാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ പ്രൈവറ്റ് ഫെറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് പോയില്ല കേട്ടോ, കാരണം ഓൾറെഡി ഭയങ്കര ടയേർഡായി. വെയിലും ചൂടും ഒക്കെ കൊണ്ട് ആൾക്കാർ ടയേർഡായി. ഇനി അവിടെ പോയി വെയിൽ കൊള്ളാനുള്ള ത്രാണി നമുക്കില്ല. പിന്നെ ഇവിടെ ഓൾറെഡി നിൽക്കുന്നവർ, അതായത് സ്വീഡനിലുള്ള ആൾക്കാരും, അവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ വെയിൽ കൊള്ളാൻ വേണ്ടി റെഡിയാണ്. അവരെന്താ പറയുക, അവർക്കിഷ്ടമാണ്, അവർക്ക് സൺബാത്തൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്കറിയാലോ, നമുക്ക് അത്രയും വെയിൽ കൊള്ളുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല. അവരത്രയും നമുക്ക് എന്തായാലും പറ്റില്ല.
അപ്പോൾ അവരിതുപോലെ പാറപ്പുറത്തും എവിടെയും കയറി നിന്ന് അവർ സൺബാത്ത് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നിന്ന് അവർ സണ്ണിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മൾ സണ്ണിൽ നിന്ന് ഹൈഡ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം ആ വെയിലിൻ്റെ ചൂടിനൊരു ശമനത്തിന് വേണ്ടി നമ്മൾ അവിടുന്ന് ഒരു ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിച്ച് നേരെ തിരിച്ച് ബസ്സിനാണ് കേട്ടോ പോയത്, ഫെറിയിലല്ല പോയത്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും നമ്മൾ ഒരുപാട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ടാറ്റാ.